അതുകൊണ്ട് തന്നെ ചാനലുകളും ഒരു അധപ്പതനത്തിൻ്റെ സംസ്കാരമില്ലായ്മയുടെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ പോകും. എന്താ വേണ്ടെന്നറിയാവോ? പണം വേണം, അത്രയേ ഉള്ളൂ. പരസ്യവും വേണം, റേറ്റും കൂടണം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, ശബരിമല വിഷയം. ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, അത് ഭരണകക്ഷിക്കാരും മാധ്യമങ്ങളും അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ മൂടി വെച്ചാലും ശബരിമല വിഷയം കേരളത്തിൻ്റെ പൊതുമനസ്സിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റാമ്പ് ചെയ്യുകയും ശബരിമലയിൽ കൊള്ള നടന്നു എന്നുള്ളതും ആ കൊള്ള പിടിക്കണം എന്നുള്ള കാര്യത്തിലും മലയാളികൾക്കും ലോക അയ്യപ്പ വിശ്വാസികൾക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഒരേ വികാരമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും അതേ വികാരമാണ്. ഞാനിത് കമ്മ്യൂണിസ്റ്റുകാരായ ഭക്തരുടെ വികാരം അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് ഒരേ വികാരമാണ്. എന്തൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ CPM-ന്റെ AK സെന്ററുമായി ബന്ധപ്പെട്ട ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആരെങ്കിലുമൊക്കെ ഈ സ്കാമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അകത്ത് പോകണം, അല്ലെങ്കിൽ അവരെല്ലാവരെയും പിടിക്കപ്പെടണം. അയ്യപ്പൻ ആരെയും വിടരുത് എന്നുള്ളത് തന്നെയാണ് മലയാളിയുടെ പൊതുവികാരം. അതിനെ മായ്ക്കാൻ വേണ്ടിയോ മറയ്ക്കാൻ വേണ്ടിയോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥയൊന്നും ഓടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ സ്വാധീനിക്കില്ലായിരിക്കും. അതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എപ്പോഴും ലോക്കൽ കൗൺസിലർമാർ, മെമ്പർമാർ, അവരുടെ രാഷ്ട്രീയം, അവരുടെ ജാതി, അവരുടെ മതം, അവരുടെ പണം, അവരുടെ പദവി, അവരുടെ സമൂഹത്തിലെ മാന്യം, ഇതൊക്കെ വെച്ചായിരിക്കും ലോക്കൽ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് ദൈനംദിനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ LDF ആണ് കൂടുതൽ കയറി വരുന്നത്. കാരണം അവരാണ് കൂടുതൽ ദൈനംദിനമായി സംഘടനാ സംവിധാനം താഴെയുള്ളവർ LDF-നാണ്, CPM-നൊക്കെയാണ്. അതുകൊണ്ട് അവർ കയറി വരും. അതിനപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം മുങ്ങിപ്പോയി. അവരൊരുപാട് പണമൊക്കെ കൊടുത്തെങ്കിൽ ശബരിമലയാണ് പീഡിച്ച് നിൽക്കുന്ന വാർത്ത. അതിനെ ഒന്ന് മാറ്റാൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ ക്യാപ്സൂളുകളൊക്കെ ഇറങ്ങി തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്യാപ്സൂളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് വലിയ ആയുസില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.